നമസ്കാരം. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന്റെ മത്സരം കാണാൻ പോയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്കെതിരെ വിമർശനവുമായി ഒരു വിഭാഗം ആരാധകർ. പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചും ഓസ്ട്രേലിയൻ താരമായ അലക്സ് ഡിമിനോറും തമ്മിലുള്ള മത്സരം കാണാനാണ് വിരാട് കോഹ്ലിയും ഭാര്യ അനുഷ്ക ശർമ്മയും പോയത്. മത്സരം കാണുന്ന വിരാട് കോഹ്ലിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സെർബിയൻ താരം ജോക്കോവിച്ചിന്റെ കടുത്ത ആരാധകനാണ് കോഹ്ലി. ടെസ്റ്റ് T20 ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച കോഹ്ലി കുടുംബത്തോടൊപ്പം UK-യിലാണ് താമസിക്കുന്നത്. അപ്രതീക്ഷിതമായ താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ ആരാധകരുടെ രോഷപ്രകടനങ്ങൾ തുടരുകയാണ്. 38 വയസ്സുകാരനായ ജോക്കോവിച്ചിന്റെ മത്സരത്തിനായി 36-ാം വയസ്സിൽ വിരമിച്ച കോഹ്ലി പോയതാണ് ഒരു വിഭാഗം ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വിരാട് കോഹ്ലി വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തണമെന്നും ആരാധകർ എക്സ് പ്ലാറ്റ്ഫോമിൽ ആവശ്യപ്പെടുകയാണ്. അതേസമയം ജോക്കോവിച്ചിന് പിന്തുണയറിയിച്ചുകൊണ്ട് കോഹ്ലി സമൂഹ മാധ്യമത്തിൽ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. വിംബിൾഡൺ ഫൈനലിൽ ജോക്കോവിച്ച് കാർലോസ് അൽക്കാരസ് പോരാട്ടം വേണമെന്നും സെർബിയൻ താരം കിരീടം നേടണമെന്നും കോഹ്ലി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോഹ്ലിയുടെ പിന്തുണയ്ക്ക് നന്ദിയുണ്ട് എന്ന് ജോക്കോവിച്ച് പിന്നീട് വ്യക്തമാക്കി. അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലി തമാശയോടെ പ്രതികരിച്ചിരുന്നു. ലണ്ടനിൽ നടന്ന യുവരാജ് സിംഗ് ക്യാൻസർ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതിനുള്ള കാരണം വ്യക്തമാക്കിയത്. എല്ലാവരും ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയെ മിസ് ചെയ്യുന്നുവെന്ന പരിപാടിക്കിടെ അവതാരകനായ ഗൗരവ് കപൂർ വിരാട് കോഹ്ലിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴായിരുന്നു വേദിയിലെത്തിയ ശേഷം കോഹ്ലി ഇക്കാര്യത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് പറയുന്നത്. ഞാനെൻ്റെ താടി 2 ദിവസം മുൻപാണ് കളർ ചെയ്തത്. എല്ലാ 4 ദിവസം കൂടുമ്പോഴും താടി കളർ ചെയ്യേണ്ടി വരുമ്പോൾ തന്നെ തിരിച്ചറിവുണ്ടാകുമല്ലോ നമ്മുടെ സമയമായെന്നായിരുന്നു കോഹ്ലിയുടെ തമാശ കലർന്ന മറുപടി. മുൻ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിസ് ഗെയിൽ, രവി ശാസ്ത്രി, കെവിൻ പീറ്റേഴ്സൺ, ബ്രയൻ ലാറ, ആശിഷ് നെഹ്റ എന്നിവർക്കൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തൻ്റെ കരിയറിലുടനീളം വലിയൊരു സംരക്ഷകനായി നിന്ന മുൻ പരിശീലകൻ രവി ശാസ്ത്രിയോടുള്ള കടപ്പാടും നന്ദിയും കോഹ്ലി തുറന്നു പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ താൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ സംഭവിച്ച മാറ്റങ്ങൾ സാധ്യമാകില്ലായിരുന്നു. തങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ അത്രമാത്രം ഉണ്ടായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു പരിച പോലെ തന്നെ സംരക്ഷിച്ചുവെന്നും അന്ന് അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലാകുമായിരുന്നുവെന്നും തൻ്റെ കരിയർ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച വ്യക്തിയാണ് രവിശാസ്ത്രി എന്നും വിരാട് കോഹ്ലി ഓർമ്മിപ്പിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ ടീമിലെത്തിയ കാലത്ത് യുവരാജ് സിംഗും ഹർഭജൻ സിംഗും എല്ലാം നൽകിയ പിന്തുണയും ഉപദേശങ്ങളുമാണ് തന്നിലെ ക്രിക്കറ്ററെ രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചതെന്നും അവരുമായി എക്കാലത്തും കടുത്ത ബന്ധമാണ് തനിക്കുള്ളതെന്നും കോഹ്ലി പറഞ്ഞു.